ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല ഇന്ന് അടുപ്പുകൾ കൂട്ടി ഒരുക്കങ്ങൾ പൂർത്തിയാക്കി ആറ്റുകാൽ ദേവിക്ക് പൊങ്കാല അർപ്പിക്കാൻ പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് ഭക്തർ. തലസ്ഥാന നഗരിയിലെങ്ങും ഭക്തരുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. വിവരങ്ങളുമായി പച്ചപ്പന്തലിൽ നിന്ന് സ്വാതി രാജീവും മൈതാനത്ത് നിന്ന് സരികയും ചേരുന്നുണ്ട്. ആദ്യം സ്വാതിയിലേക്കാണ്. സ്വാതി, ഈ പറഞ്ഞതുപോലെ തന്നെ തലസ്ഥാന നഗരിയിൽ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. അത് നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ കണ്ടതാണ്. എന്തായാലും ഇന്ന് വലിയ ജനങ്ങളുടെ ഒഴുക്ക് അവിടേക്ക് എത്തുന്നു. അടുപ്പുകൾ കൂട്ടി ആറ്റുകാൽ പൊങ്കാല അർപ്പിക്കാനുള്ള ജനസഹസ്രങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാനായി അങ്ങനെ എത്തിച്ചേരുകയാണ്. അവിടുത്തെ കാഴ്ചകൾ എത്തരത്തിലാണ്? ഭക്തിസാന്ദ്രമാണ് ഈ പുലർവേള, അല്ലേ? തീർച്ചയായും സംഗീത, ഞാൻ പറഞ്ഞാൽ അത് എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയില്ല. പക്ഷേ ഇവിടേക്ക് വന്നാൽ മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ. അത്രമാത്രം വലിയ ഭക്തജന തിരക്കാണ് ഇന്നിപ്പോൾ ഈ ദിവസം പുലർന്നിട്ടേ ഉള്ളൂ. ഈ ഒരു ദിവസം പുലർന്നപ്പോൾ തന്നെ ആറ്റുകാൽ ദേവീ ക്ഷേത്ര നടയിൽ അനുഭവപ്പെടാനായിട്ട് സാധിച്ചിരിക്കുന്നത്. ഒരു വർഷം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ആ ദിവസം വന്നു ചേർന്ന ആ ഒരു സന്തോഷത്തിൽ, അതിൻ്റെ ഒരു ആത്മനിർവൃതിയിൽ തന്നെയാണ് ഇവിടേക്ക് എത്തുന്ന ഓരോ ഭക്തരും. സ്ത്രീകളുടെ ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് എത്തുന്നത്. സ്ത്രീകളുടെ ശബരിമല റെക്കോർഡ് എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ അതിവിടെ വന്ന് നേരിട്ട് കണ്ടാൽ മാത്രമേ അതിൻ്റെ ഒരു ആഴം അനുഭവിച്ചറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. കടൽ പോലെയാണ് ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരുന്നത് എന്നുള്ളതാണ്. പൊങ്കാല നമുക്കിപ്പോൾ സംഗീത സൂചിപ്പിച്ചതുപോലെ രാവിലെ 9:45 ശുദ്ധപുണ്യാഹം തളിച്ച് അതിനുശേഷം അടുപ്പ് വെട്ടും. അതിന് പിന്നാലെ ഭണ്ഡാര അടുപ്പിലേക്ക് തീ പകർത്തുന്നതോടുകൂടിയാണ് പൊങ്കാല ചടങ്ങുകൾക്ക് ആരംഭം കുറിക്കുന്നത്. പക്ഷേ അത് കേവലം ഒരു ചടങ്ങ് മാത്രമാണ്. അതിനു മുൻപ് എത്രയും ദേവിയെ കാണുക, ഒരു നോക്ക് അമ്മയുടെ മുൻപിൽ പോയി ആ ഒരു ദർശനം വാങ്ങുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇവിടേക്ക് ഇപ്പോൾ ഈ ഒരു രാവിലെ ആളുകൾ എത്തിച്ചേർന്നിരിക്കുന്നത്. നമ്മൾ ഇന്നലെ തന്നെ ഇവിടെ എത്തിയിരുന്നു. ഇന്നലെ വൈകുന്നേരം ഇവിടെ അനുഭവിച്ച ഒരു തിരക്ക് മുൻ വർഷങ്ങളിനേക്കാളൊക്കെ വലിയൊരു തിരക്കാണ് ഇവിടെ ഉണ്ടായത് എന്ന് ഇവിടെ എത്തിയ ഓരോ ആളുകളും പറഞ്ഞിരുന്നു. അതായത് വലിയ ഒരു അഭൂതപൂർവമായ ഭക്തജന തിരക്കാണ് ഇവിടെ ഈ വർഷം പൊങ്കാലയിടാനായിട്ട് ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരുന്നത്, അനുഭവപ്പെടുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ഒരുപാട് ആഗ്രഹ സാഫല്യത്തിനും അതുപോലെ തന്നെ വിഷമങ്ങൾ, സങ്കടങ്ങൾ ാൻ വേണ്ടിയാണ് ആളുകൾ പൊങ്കാല അർപ്പിക്കുന്നത്. അതിനായാണ് ഇവിടേക്ക് എത്തുന്നത്. എല്ലാവരുടെയും മനസ്സിൽ ആകെ ഒറ്റയൊരു ചിന്ത മാത്രമേ ഉള്ളൂ, ഭക്തി എന്നുള്ളൊരു ചിന്ത. അതിലുപരി മറ്റൊരു ചിന്തയില്ല. എല്ലാവരും ദേവീനാമം ഉരുവിട്ടാണ് ഇപ്പോൾ ഇവിടെ കാത്തു നിൽക്കുന്നത്. എത്രയോ മണിക്കൂറുകൾ നീണ്ട ക്യൂ ആണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ഇവിടെ നോക്കത്താ ദൂരത്തോളം കണ്ണു നട്ട് ഉള്ള ഒരു നീണ്ട വരി തന്നെയാണ്. നമ്മളിങ്ങോട്ട് വരുന്ന വഴിയൊക്കെ ആ ഒരു വരി പിന്നിട്ടാണ് നമ്മൾ ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. എത്ര നേരം വേണേലും കാത്തു നിൽക്കാം, ദേവി ഒരു നോക്ക് കണ്ടാൽ മാത്രം മതി എന്നുള്ള ചിന്തയോടുകൂടി തന്നെയാണ് ഇവിടേക്ക് ആളുകൾ എത്തുന്നത്. പ്രത്യേകിച്ചും ഇന്നലെയൊക്കെ തന്നെ രാത്രിയിൽ വന്ന് പൊങ്കാല ഇടാനുള്ള സ്ഥലം കണ്ടുപിടിച്ച് അവിടെ അടുപ്പ് കൂട്ടി സാധന സാമഗ്രികളൊക്കെ അവിടെ സുരക്ഷിതമായി വെച്ചതിന് ശേഷമാണ് രാവിലെ ഇപ്പോൾ ഇവിടേക്ക് ഈ ഒരു ദേവീ ദർശനത്തിനായിട്ട് ക്ഷേത്രത്തിലേക്ക് ആളുകൾ എത്തിയിരിക്കുന്നത്. അതിനുശേഷം ക്ഷേത്ര ദർശനം കഴിഞ്ഞതിന് ശേഷം തിരികെ പോയാണ് പിന്നീട് പൊങ്കാല ചടങ്ങുകൾ ആരംഭിക്കുന്നത്. വലിയ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഒരു വർഷത്തെ കാത്തിരിപ്പാണ്. ഏറെ നാളത്തെ മുന്നൊരുക്കങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഇവിടേക്ക് ഈ ഒരു പൊങ്കാല അർപ്പിക്കാനായിട്ട് ആളുകൾ എത്തിയിരിക്കുന്നത്. മറ്റൊന്ന് ഇവിടെ പ്രധാനമായും എടുത്തു പറയേണ്ടത് നമ്മുടെ അധികൃതരുടെ ആ ഒരു വകുപ്പുകളുടെയൊക്കെ ഏകോപനം, അല്ലെങ്കിൽ കൃത്യനിർവഹണത്തിലെ ചുമതലകളുടെ ആ ഒരു സജീവമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെയാണ്. രാവിലെ തന്നെ ഇവിടെ സന്നദ്ധ പ്രവർത്തകർ എല്ലാവരും, പോലീസ് അടക്കമുള്ള ആളുകൾ എത്തി അവരുടെ പ്രവർത്തികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. രാവിലെ ആളുകൾക്ക് കുടിവെള്ളം, ചായ, അതുപോലെ തന്നെ പ്രഭാത ഭക്ഷണം എല്ലാം കൃത്യമായി തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടേക്ക് എത്തുന്ന എത്ര ആളുകൾ എത്തിയാലും ആർക്കും ഒരു കുറവും ഉണ്ടാകരുത് എന്നുള്ള ഒരു ചിന്തയോടുകൂടി തന്നെയാണ്. നമുക്ക് എന്തായാലും നമ്മൾ പറയുന്നതിനേക്കാളും ഇവിടേക്ക് എത്തിയ ആളുകളുടെ ഒരു അനുഭവം, അല്ലെങ്കിൽ അവരോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. ചേച്ചി എവിടുന്നാണ് വരുന്നത്? ഞാൻ കാട്ടാക്കട. എത്ര നേരം ക്യൂ നിൽക്കുന്നു? ഞാനിവിടെ 5 മണിക്ക് എത്തി. കുറച്ച് ദൂരെ നിന്നാണ് വന്നത്. ഇപ്പോൾ ഇവിടെ എത്താൻ സാധിച്ചു. ദേവിയെ കണ്ട് തൊഴണം. കൊഞ്ചരിയുള്ള ഭാഗത്താണ് പൊങ്കാല ഇടുന്നത്. എല്ലാ വർഷവും വരാറുണ്ട്. അമ്മ എത്ര നേരമായിട്ടാണ് കാണാനുള്ളൊരാഗ്രഹം? കുറുക്കഞ്ചേരി, തൃശ്ശൂരിൽ നിന്ന് വരുവാണ്. ഇവിടെ എത്ര സമയമായി വരി നിൽക്കുന്നു? ഞങ്ങളൊരു 4 മണിക്കൊക്കെ നിന്നിട്ടുണ്ട്. 4 മണിക്ക്. എവിടെ പൊങ്കാല ഇടുന്നത്? പൊങ്കാല ക്ലബിൻ്റെ പേരൊന്നിട്ട് അറിയില്ല. കൂടെ വന്ന ആൾക്കറിയുള്ളൂ. ഒരു ഹോട്ടലിൻ്റെ പേര് അറിയില്ല. ഒരു ക്ലബ്ബാണ്, ആ പേരറിയില്ല. ചേച്ചി എവിടുന്നാണ് വരുന്നത്? പൂജപ്പുര. എത്ര സമയമായി വരി നിൽക്കുന്നു? എത്ര സമയം ക്യൂ നിൽക്കുന്നു? 2 മണിക്കൂർ. 2 മണിക്കൂർ. 2 മണിക്കൂർ. അത് തന്നെയാണ്
സംഗീത മണിക്കൂറുകൾ നീണ്ട വരി നിന്നിട്ടാണ് ഇവിടേക്ക് ആളുകൾ എത്തുന്നത് എന്നുള്ളതാണ്. എത്ര സമയം നിന്നാലും കുഴപ്പമില്ല. ഇന്ന് ഈ ഒരു ദിവസം എല്ലാം ദേവിക്ക് വേണ്ടി സമർപ്പിച്ച് അതിനുവേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ദേവിയെ ഒരു നോക്കു കാണുക, അതിനുശേഷം അവർ അടുപ്പ് കൂട്ടിയിരിക്കുന്ന സ്ഥലത്തേക്ക് പോയിട്ട് ആ പൊങ്കാല അർപ്പിക്കാനുള്ള ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുക എന്നുള്ള ലക്ഷ്യമാണ്. നമ്മൾ ഈ ഒരു ദേവീ സന്നിധിയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ പ്രത്യേകമായിട്ടും ചരിത്രം കൂടി പറയേണ്ടതുണ്ട്, ഐതിഹ്യം കൂടി പറയേണ്ടതുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം പൊങ്കാലയുടെ ഒരു ഐതിഹ്യം, ചരിത്രമൊക്കെ. കണ്ണകി ചരിതമാണ്, അതിനെ ആസ്പദമാക്കിയാണ് ഇവിടെ ഈ ഒരു 10 ദിവസം ഉത്സവം നടക്കുന്നത്. ഇന്നിപ്പോൾ 9ാം ഉത്സവമാണ്. 9ാം ഉത്സവത്തിൻ്റെ ആ ദിവസമാണ് പൊങ്കാല അർപ്പിക്കുന്നത്. മറ്റുള്ളവർക്ക് ഇന്നായിരിക്കും ആറ്റുകാൽ ഒരു ഉത്സവം അല്ലെങ്കിൽ പൊങ്കാല എന്ന് പറയുന്നത്. പക്ഷേ തിരുവനന്തപുരത്തുകാർക്ക് ഈ 10 ദിവസവും വലിയ തരത്തിലുള്ള ഉത്സവ അന്തരീക്ഷം തന്നെയാണ്. ഈ 9 ദിവസവും തോറ്റം പാട്ടോടുകൂടിയാണ് ഇവിടെ ചടങ്ങുകൾ നടക്കുന്നത്. ഈ തോറ്റം പാട്ടിനനുസരിച്ചാണ് ആ ക്ഷേത്രത്തിലെ ചടങ്ങുകൾ നടക്കുന്നത്. കണ്ണകി ചരിതമാണ് തോറ്റം പാട്ടായി പാടുന്നത്. കോവലനും കണ്ണകിയും വിവാഹിതരാകുന്നു. കണ്ണകി എന്ന് പറഞ്ഞാൽ ദേവിയുടെ അവതാരമാണ്. അവർ വിവാഹിതരാകുന്നു. അതിനുശേഷം വലിയ കൊടിയ ദാരിദ്ര്യത്തിലേക്ക് അവർ പോകുന്നു. അതിനുശേഷം കണ്ണകിയുടെ ചിലമ്പ് കോവലൻ വിൽക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ സ്വർണ്ണപ്പണിക്കാരൻ ഇത് രാജാവ് പാണ്ഡ്യരാജാവിൻ്റെ ഭാര്യയുടെ ചിലമ്പാണ് എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ പാണ്ഡ്യരാജാവിൻ്റെ ഭാര്യയുടെ ചിലമ്പ് ഒരു കളവ് പോവുകയാണ്. മോഷ്ടാവ് സ്വർണ്ണപ്പണിക്കാരന് കൊണ്ട് കൊടുക്കുന്നു. സ്വർണ്ണപ്പണിക്കാരൻ ഇത് മറിച്ചു വിൽക്കുകയാണ്. അവിടെ നിന്നും രക്ഷ നേടാൻ വേണ്ടി ഇത് കോവലൻ മോഷ്ടിച്ചു കൊണ്ടുവന്ന ചിലമ്പാണ്, രാജാവിൻ്റെ ഭാര്യയുടെ ചിലമ്പാണ് എന്ന് പറയുന്നു. ഇത് അറിഞ്ഞ പാണ്ഡ്യരാജാവ് കോവലനെ അഗ്നിക്ക് ഇരയാക്കുന്നു. ഇത് അറിഞ്ഞ കണ്ണകി ക്രോധത്തോടുകൂടി പരമശിവന്റെ അടുത്തേക്ക് പോവുകയും കോവലനെ പുനർജീവിപ്പിക്കാനുള്ള വരം തേടുകയും ചെയ്യുന്നു. അങ്ങനെ കോവലൻ പുനർജീവിക്കും. അപ്പോഴും കോപം അടങ്ങാത്ത കണ്ണകി, ദേവിയാണ്, ദേവിയുടെ സ്വരൂപമാണ്. കോപം അടങ്ങാത്ത കണ്ണകി തിരിച്ചെത്തി സ്വർണ്ണപ്പണിക്കാരനെയും പാണ്ഡ്യരാജാവിനെയും എല്ലാം തൻ്റെ ക്രോധാഗ്നിക്ക് ഇരയാക്കുന്നു. എന്നാൽ ദുഷ്ടനായ പാണ്ഡ്യരാജാവിനെ വധിച്ചതുകൊണ്ട് നാട്ടുകാർക്കെല്ലാം സന്തോഷമാകുന്നു. ആ സമയത്ത് സ്ത്രീകൾ പൊങ്കാല അർപ്പിച്ച് അത് ആഘോഷമാക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു വരുന്ന ഒരു ഐതിഹ്യം. ഈ ഐതിഹ്യം ആണ് ഇന്നത്തെ ദിവസമാണ് അങ്ങനെ പാണ്ഡ്യരാജാവിനെ വധിച്ച ദിവസം. ആ ദിവസമാണ് പൊങ്കാലയിട്ട് അത് ആഘോഷമാക്കുന്നത്. ആ ഒരു ഓർമ്മ അല്ലെങ്കിൽ ആ ഒരു ഐതിഹ്യത്തിൻ്റെ പേരിലാണ് ഇവിടെ ഇത്രയധികം സ്ത്രീകളെത്തി പൊങ്കാല അർപ്പിക്കുന്നത്. ഈ പൊങ്കാല എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ തമിഴ്നാടിൻ്റെ ഒരു സംസ്കാരമാണ് പൊങ്കൽ എന്നുള്ളത്. അതാണ് പിന്നീട് കേരളത്തിൻ്റെ തെക്കൻ ജില്ല ഇപ്പോൾ കേരളത്തിൽ മുഴുവൻ ഈ പൊങ്കാല വഴിപാടായി അർപ്പിക്കുന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ ഈ ഒരു ക്ഷേത്ര സന്നിധിയിൽ ഇന്നിങ്ങനെ രാവിലെ ഇത്രയും ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് ഈ കണ്ണകി ചരിതം പറയുക എന്ന് പറയുന്നത് അതേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ആ ഒരു വിശ്വാസത്തിൻ്റെ പേരിലാണ് ഇവിടേക്ക് ജനലക്ഷങ്ങൾ എത്തിച്ചേരുന്നത് എന്നുള്ളതാണ്. സ്ത്രീകളുടെ ശബരിമല എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ശബരിമലയിൽ എത്രമാത്രമാണോ പുരുഷന്മാർ പോകുന്നത്, പുരുഷാരം പോകുന്നത്, അത്രമാത്രം വലിയ ഭക്തജന തിരക്കാണ് ഇവിടേക്ക് വരുന്നത്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുള്ള ഒരു ഐതിഹ്യം മാത്രമാണ്. ഇപ്പോൾ തിരുവനന്തപുരത്തുകാർക്കാണെങ്കിൽ പലതരത്തിലുള്ള കഥകൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാനായിട്ട് ഉണ്ടാകും. എന്തായാലും തലസ്ഥാന നഗരത്തെ അല്ലെങ്കിൽ കേരളത്തിലെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആ ഉത്സവത്തിൻ്റെ ദിനം ആണിന്ന്. ആ പുലരിയാണ് ഇന്ന്. ഇനിയെല്ലാം അല്പസമയത്തിനകം തന്നെ ഈ നമ്മുടെ തിരുവനന്തപുരം നഗരത്തിലെ വീഥികളെല്ലാം ഒരു യാഗശാലയായി മാറും, ഹോമശാലയായി മാറും എന്ന് വേണമെങ്കിൽ പറയാം. പലതരത്തിലുള്ള പായസം ഒക്കെയാണ് ഇവിടെ നിവേദ്യമായി അർപ്പിക്കുന്നത്. വെള്ളപ്പായസമുണ്ട്, അതുപോലെ തന്നെ സാധാരണ കടും പായസം, പൊങ്കാല നിവേദ്യമുണ്ട്, അതുപോലെ തന്നെ മണ്ടപ്പുറ്റുണ്ട്. ഇതെല്ലാം ഓരോ വിശ്വാസങ്ങളുടെയും ഓരോ പ്രാർത്ഥനയുടെയും ഓരോ ആഗ്രഹങ്ങളുടെയും ഒക്കെ പേരിലാണ് ആളുകൾ ഇവിടേക്ക് അത് അർപ്പിക്കാനായി എത്തുന്നത് എന്നുള്ളതാണ്. രാവിലെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 9:15 ശുദ്ധപുണ്യാഹം തളിക്കും. 10:15 അടുപ്പ് വെട്ട്. അതിനുശേഷം പണ്ടാര അടുപ്പിലേക്ക് ഇവിടെ ഈ ക്ഷേത്രസന്നിധിയിൽ ഒരുക്കിയിരിക്കുന്ന പണ്ടാര അടുപ്പിലേക്ക് തീ പകരും. അതോടുകൂടി പൊങ്കാല ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കും. ആ ക്ഷേത്ര സന്നിധിയിൽ ഒരുക്കിയിരിക്കുന്ന അടുപ്പിൽ എപ്പോഴാണോ തീ പകരുന്നത് അതേ സമയം തന്നെ ഈ നഗരത്തിലെ പലയിടത്ത് ഒരുക്കിയിരിക്കുന്ന ലക്ഷക്കണക്കിന് പൊങ്കാല അടുപ്പിലും തീ പകരും. പൊങ്കാല അർപ്പിക്കാനുള്ള ചടങ്ങുകൾ ആരംഭിക്കും. ഉച്ചയ്ക്ക് 1:15 ശേഷം പുണ്യാഹം തളിക്കുന്ന തീർത്ഥം തളിച്ച് പൊങ്കാല നേദിക്കുന്നത്. അതിനുശേഷം പൊങ്കാല അർപ്പിച്ചതിന് ശേഷവും ഭക്തർ ക്ഷേത്രത്തിലേക്ക്
അനവധിയായിട്ട് എത്തും. ദേവിയെ ഒരു നോക്ക് കണ്ട് തൊഴുക എന്നുള്ള ആ ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ട് കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്ന്, രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്ന്, ലോകത്തിൻ്റെ പല ഭാഗത്തുമുള്ള മലയാളികൾ ഈ ഒരു സമയത്ത് പ്രത്യേകമായിട്ട് അവധിയെടുത്ത് ഈ ഒരു പൊങ്കാല അർപ്പിക്കാനായി ഇവിടേക്ക് എത്തും. അത്രമാത്രം വിശേഷപ്പെട്ട, നമ്മളെ സംബന്ധിച്ച് സ്വാതി പച്ചപ്പന്തലിൽ നിന്നാണ് നമുക്ക് വിവരങ്ങളൊക്കെ നൽകിക്കൊണ്ടിരുന്നത്. അവിടെ